ആ വിഷമങ്ങളും ആ ട്രോമയും എന്ന് പറയുന്നത് നമ്മൾ കടന്നു പോയിട്ടുള്ള അന്യായങ്ങൾ മാത്രമല്ല, അതിനെപ്പറ്റി പറയുമ്പോൾ നിങ്ങൾ കള്ളത്തരം പറയുന്നു എന്നുള്ള കൈചൂണ്ടലുകളും, അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ ഹേമ കമ്മിറ്റിയിൽ പോയി ഡെപ്പോസിഷൻ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരുപാട് ആക്ഷേപങ്ങളും പ്രിയ സുഹൃത്തുക്കളെ, ഇതേ കണ്ടില്ലേ, നടിമാര് വന്ന് കരയുന്നുണ്ട്, ഞങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട്, ഞങ്ങളെ എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, ഇതൊക്കെ വന്ന് കരയുന്നുണ്ട്. ഇന്നത്തെ ആരാ പറഞ്ഞെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയില്ല. ഹേമ കമ്മിറ്റിയിൽ പോലും ഇതിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് പോലും ഇന്ന നടന്മാരാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് പറയുന്നില്ല, അല്ലെങ്കിൽ ഇന്ന പ്രൊഡ്യൂസർമാരാണ്, ഇന്ന ക്യാമറമാരാണ്, ഇന്ന സിനിമയിലുമായി ബന്ധപ്പെട്ട് ഇന്ന വ്യക്തികളാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് പറയുന്നില്ല. അപ്പം പിന്നെ എങ്ങനെയാണ് ഈ റിപ്പോർട്ടും കൊണ്ടുള്ള ഗുണം ഉണ്ടാകുക? അവർ വീണ്ടും ഇതേപോലെ തന്നെയല്ലേ ചെയ്യുക? നിങ്ങൾ ആരും ഒരു അക്ഷരം മിണ്ടാതിരുന്ന് കഴിഞ്ഞ് പറഞ്ഞാൽ വീണ്ടും പുതിയ നടിമാർ ചാൻസ് ചോദിച്ചു പോകുമ്പോൾ അവർ ചോദിക്കും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. കാരണം ഒരാളെയും പറയുന്നില്ലല്ലോ പേര്, എല്ലാവർക്കും പേടി ചാൻസ് പോകുമോ എന്ന് വെച്ചാൽ ഇന്ന ആളെ പറഞ്ഞു വെച്ചാൽ ഇതൊക്കെ സിനിമ കിട്ടൂലേ എന്നുള്ള പേടി. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ കമ്മിറ്റിയും ഇതൊക്കെ നിങ്ങൾ ഈ സംഘടനയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്? ധൈര്യമായിട്ട് പറയുക, ഇന്ന നടനാണ് അല്ലെങ്കിൽ ഇന്ന നടിയാണ് ഇരയാകപ്പെട്ടത്, ഇന്ന നടനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, ഇന്ന പ്രൊഡ്യൂസറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ധൈര്യമായിട്ട് പറയുക. എന്നാലൊരു കാര്യമുണ്ട്, ഇത് ഓരോ നടിമാരും എവിടെയും കൊള്ളാതെ വന്നിട്ട് ഇങ്ങനെ കരയുക. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പേരുകൾ പോരട്ടെ, പേരുകൾ പുറത്ത് വന്നാലേ ആളുകളൊക്കെ അടുത്ത് പൊങ്കാലയിടുള്ളൂ. അങ്ങനെ ആ വ്യക്തി നാറുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തിക്കെതിരെ കേസ് വരുമ്പോൾ പിന്നീട് പുതിയ നടിമാർ ചാൻസ് ചോദിച്ച് പോകുമ്പോൾ ഒരു വ്യക്തിയും ധൈര്യപ്പെടൂല നീ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമോ എന്നുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഒരാൾ പെട്ട് നാറി നിൽക്കുകയാണ്. അപ്പോൾ അതുപോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ നടിമാരെയും ഇവർ ഉപദ്രവിക്കാൻ നിൽക്കില്ല. ഇതാരും പറയുന്നില്ല, ഒരു അക്ഷരം മിണ്ടുന്നില്ല. അപ്പോൾ ഇനി വീണ്ടും പുതിയ നടിമാരോട് അവർ ചോദിക്കും, കാരണം ഇത് പുറത്ത് പറയില്ല എന്നുള്ള ധൈര്യപാട്. ഈ ഹേമ കമ്മിറ്റിയിൽ പോലും റിപ്പോർട്ട് വന്നില്ലല്ലോ, ഇന്ന നടനാണ് ഇന്ന നടിയാണ് ഇരയായത്, അല്ലെങ്കിൽ ഇന്ന ക്യാമറമാനാണ്, അല്ലെങ്കിൽ ഇന്ന പ്രൊഡ്യൂസറാണ് ഇത് ചോദിക്കുന്നു ഉപദ്രവിക്കുന്നു പറഞ്ഞില്ലല്ലോ, ആരും പുറത്തും വന്നില്ല. അപ്പോൾ ഇവർ പറയുന്ന വാദം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ഉപദ്രവിക്കാതിരിക്കുക. എങ്ങനെ ഉപദ്രവിക്കാതിരിക്കും? നിങ്ങൾ പേര് പുറത്ത് വിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇനിയും അവർ ചോദിക്കും. ധൈര്യമായില്ലേ? ഇപ്പോഴാണ് ഡബിൾ സ്ട്രോങ് ധൈര്യമായത്. ഇനി ധൈര്യമായിട്ട് അവർ ചോദിക്കും, കാരണം പുറത്തുനിന്ന് എന്ത് തന്നെ സംഭവിച്ചാലും പറയാൻ പോകുന്നില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, കമൻറ്റിൽ പറയുക, ഇവർ പേര് പുറത്ത് പറയുന്നത് ശരിയാണോ, അല്ല പേര് പുറത്ത് പറയാതിരിക്കുന്നത് ശരിയാണോ എന്നുള്ളത് കമൻറ്റിൽ പറയുക.